നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട, അതേസമയം കുറച്ച് സങ്കീർണമായ ഒരു വിഷയം ചർച്ച ചെയ്യാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖുമേനിയെ വധിക്കാൻ സാധ്യതയുണ്ടോ? ഈയൊരു ചോദ്യമാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ, അതിന്റെ പ്രാധാന്യം, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ശരി, തുടങ്ങാമല്ലേ? തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ, ആരാണ് ഈ ആയത്തുള്ള ഖുമേനി? എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം? ആയത്തുള്ള അലി ഖുമേനി 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇറാനിൽ പ്രസിഡന്റുണ്ട്, പാർലമെന്റുണ്ട്, പക്ഷെ അവർക്കെല്ലാം മുകളിലാണ് ഈ പരമോന്നത നേതാവിന്റെ സ്ഥാനം. ശരിയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന്റെ അവസാന വാക്ക് അദ്ദേഹത്തിൻ്റെതാണ്. അതെ, സൈന്യം, പിന്നെ ഈ കോടതികള്, മാധ്യമങ്ങള്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു നിയന്ത്രണത്തിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അധികാര കേന്ദ്രീകരണം തന്നെയാണ് ഒരു തരത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളുടെ ഒരു മൂലകാരണം. പ്രത്യേകിച്ച് ഇസ്രയേലിനോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം എപ്പോഴും സയനിസ്റ്റ് ഭരണകൂടം എന്നാണല്ലോ വിളിക്കാറ്. അതെ. ആ ഒരു കടുത്ത ശത്രുത, അത് ഇറാന്റെ വിദേശനയത്തിന്റെ ഒരു അടിസ്ഥാന ശില തന്നെയാണ്. ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങൾക്ക് പിന്നിലും ഒരു പ്രധാന കാരണം ഇതുതന്നെയാണ്. ഈ ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടല്ലേ? ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും. പ്രധാനമായിട്ടും പറയുന്നത്, ഇസ്രയേൽ ഭീകര സംഘടനകളായിട്ട് കാണുന്ന ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഇറാൻ കൊടുക്കുന്ന സഹായമാണ്. അതെ, സാമ്പത്തിക സഹായം, സൈനിക സഹായമൊക്കെ. അതെ, ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതവരുടെ അതിർത്തിയിൽ തന്നെയുള്ള ഒരു നേരിട്ടുള്ള ഭീഷണിയാണ്. അതോടൊപ്പം തന്നെ 2018 അമേരിക്ക ആ ആണവ കരാറിൽ നിന്ന് പിന്മാറിയല്ലോ. അതെ, ഏകപക്ഷീയമായിട്ട്. എന്നിട്ട് ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ കൊണ്ടുവന്നു. ഇതും കാര്യങ്ങൾ വഷളാക്കി. തീർച്ചയായും. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്, ഇറാൻ ആണവായുധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒരു ഭയം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓരോ രാജ്യവും അവരുടെ ഒരു സുരക്ഷാ പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഒരു റെഡ് ലൈൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ശരിയാണ്. ഇറാനാകട്ടെ അവരുടെ ഭരണകൂടത്തെയും ഈ മേഖലയിലെ അവരുടെ ഒരു സ്വാധീനത്തെയും ആര് ചോദ്യം ചെയ്താലും അതിനെതിരെ ശക്തമായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം കൂടിച്ചേർന്നാണ് ഇപ്പോഴത്തെ ഒരു അതീവ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അടുത്ത കാലത്ത് ചില റിപ്പോർട്ടുകൾ വന്നത് നമ്മൾ കണ്ടു. ഖൊമേനിയെ വധിക്കാൻ ഇസ്രായേലിന് രഹസ്യമായി ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നൊക്കെ. അത് വളരെ ഗൗരവമുള്ളൊരു വാർത്തയായിരുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തെ ആധുനിക ഹിറ്റ്ലർ എന്നൊക്കെ താരതമ്യം ചെയ്തതായും വാർത്ത വന്നു. അങ്ങനെ ഒരു താരതമ്യം, അത് നയതന്ത്രപരമായിട്ട് വലിയ വിഷയമല്ലേ? തീർച്ചയായും. അത്തരം വാക്കുകൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ. പക്ഷെ ആ റിപ്പോർട്ടുകളിൽ പറയുന്നതെന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്ലാനിന് അനുമതി കൊടുത്തില്ല എന്നാണ്. കാരണം ഒരു വലിയ യുദ്ധം, ഒരു പ്രാദേശിക യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്നൊരു ഭയമുണ്ടായിരുന്നു. ഈ ഭീഷണികളൊക്കെ പുറത്തു വന്നതുകൊണ്ട് തന്നെ ഖൊമേനി ഇപ്പോൾ കൂടുതൽ സുരക്ഷയിലാണെന്നും കേൾക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ചൊരു വാർത്ത പുറത്തുവരുന്നത് തന്നെ കാണിക്കുന്നത് എത്രത്തോളം ഒരു കടുത്ത നിലപാടിലാണ് ഇരുപക്ഷവും നിൽക്കുന്നതെന്നാണ്. പക്ഷേ ഒരു ചോദ്യം, ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ, അതും ഇറാൻ പോലൊരു രാജ്യത്തിന്റെ നേതാവിനെ ലക്ഷ്യം വെക്കുക എന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അതൊരു യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാകില്ലേ? അമേരിക്കയ്ക്കും ഇസ്രായേലിനും സൈനിക ശേഷിയുണ്ട്, അത് നമുക്കറിയാം. മുമ്പ് ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ കൊന്നില്ലേ? അതുപോലെ ഇറാനിയൻ ശാസ്ത്രജ്ഞരെ ഇസ്രായേൽ ലക്ഷ്യം വെച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, സൈനിക ശേഷിയുണ്ട്. പക്ഷെ ഖൊമേനിയെ ലക്ഷ്യം വെക്കുന്നത് അത് സുലൈമാനിയെയോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരെയോ ആക്രമിക്കുന്നതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാ? കാരണം അത് ഇറാനിയൻ ഭരണകൂടത്തിന്റെ ആണിക്കല്ലിളക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അതിന്റെ ഹൃദയത്തിൽ തന്നെ കൊള്ളുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. ഇറാനിൽ നിന്നും അവരുടെ സഖ്യകക്ഷികൾ, അതായത് ഈ ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നും വലിയ രീതിയിലുള്ള തിരിച്ചടിയുണ്ടാകാം. പേർഷ്യൻ ഗൾഫിലൊരു യുദ്ധം. അതെ, പേർഷ്യൻ ഗൾഫ് ഒരു യുദ്ധക്കളമായാൽ പിന്നെ പറയണ്ട. ലോകത്തിലെ എണ്ണവില കുതിച്ചുയരും. അതൊരു പക്ഷേ ഒരു ആഗോള പ്രതിസന്ധിയിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം. അപ്പോൾ സാധ്യത കുറവാണെന്നാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് ഇറാൻ നേരിട്ടൊരു ആണവായുധം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതുപോലത്തെ അതിഗുരുതരമായൊരു പ്രകോപനം ഉണ്ടാക്കുകയോ ചെയ്താലല്ലാതെ അമേരിക്കയോ ഇസ്രായേലോ ഇങ്ങനൊരു കടുംകൈക്ക് മുതിരാൻ സാധ്യത വളരെ കുറവാണ്. റിസ്ക് വളരെ കൂടുതലാണ്.
അപ്പോൾ ഇനി എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഭാവിയിൽ ഈ സ്ഥിതിഗതികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാവാം? ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ലബനനിലും സിറിയയിലും ഇസ്രായേൽ എങ്ങനെ ഇടപെടുന്നു എന്നത്. ഉം, പിന്നെ ഇറാൻ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണ, അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? ശരിയാണ്. അതോടൊപ്പം ഖൊമേനിക്ക് 85 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി, അദ്ദേഹത്തിന് ശേഷം ആരു വരൂ എന്നുള്ള ആ ഒരു ചോദ്യം, അതും ഈ മേഖലയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഒരു വലിയ പങ്കുവഹിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് എന്ത് പറയാം? ചുരുക്കി പറഞ്ഞാൽ, അമേരിക്കയോ ഇസ്രായേലോ ഇപ്പോൾ ഖൊമേനിയെ ലക്ഷ്യം വെക്കാൻ സാധ്യത കുറവാണെങ്കിലും അതെ, സാധ്യത കുറവാണ്. മിഡിൽ ഈസ്റ്റിലെ ആ ഒരു സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ആളിക്കത്താവുന്ന ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിൽക്കുന്നതെന്ന് പറയാം, അല്ലേ? തീർച്ചയായും ഒരു ചെറിയ തീപ്പൊരി മതി അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ. സ്ഥിതി അത്രയും സങ്കീർണമാണ്. ശരി. അപ്പോൾ ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ നേതാവിനെ അദ്ദേഹം ശത്രുപക്ഷത്താണെങ്കിൽ പോലും ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത് ധാർമ്മികമായിട്ട് ശരിയാണോ? അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ ഇത്തരം മാർഗങ്ങളെ സാധൂകരിക്കുമോ? ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ എന്തു പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക? ഇതേക്കുറിച്ച് നിങ്ങൾ ശ്രോതാക്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനോ ചർച്ച ചെയ്യാനോ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.